ഡിവൈൻ നിങ്ങൾക്ക് എന്ത് മെസ്സേജസാണ് ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി തരാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. റീസെൻ്റായിട്ട് നടക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ എന്താണ് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം കേട്ടോ. വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ്, ഗിവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കങ്ങളോ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സോ ഒരു ടെമ്പററി സെപ്പറേഷനോ ഒക്കെ ആണെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കൂ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. സംസാരിക്കാൻ ശ്രമിക്കുക, അഭിപ്രായ വ്യത്യാസങ്ങൾ ക്ലിയർ ചെയ്ത് പോകാൻ ശ്രമിക്കുക എന്ന്. ട്രസ്റ്റ് ദ സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. വിശ്വാസം കൈവിടരുത് എന്നും പറയുന്നുണ്ട്. അത് ഡിവൈനിലുള്ള വിശ്വാസമായാലും നിങ്ങളുടെ പാർട്ട്ണറിലുള്ള വിശ്വാസമായാലും അത് കൈവിടാതിരിക്കുക എന്നും പറയുന്നു. എൻഗേജ്മെൻറ്റ്, യുവർ ലവ് ലൈഫ് ഈസ് അസെൻഡിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. പലർക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നും വരുന്നതായിട്ടും ഡിവൈൻ പറയുന്നു. ദിസ് ഈസ് എ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം. ട്രൂ ലവ്, പലർക്കും നിങ്ങളുടെ ലൈഫിലുള്ള ട്രൂ ലവ് ഇത് തന്നെയാണ്. ഒരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്നും തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും എന്നും ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഫ്രീ യുവർ സെൽഫ്, ഇറ്റ് ഇസ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ ടോട്ടലായിട്ട് ഡിസോറിയൻറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാത്രം വിചാരിച്ച് നിങ്ങളുടെ തോട്ട്സ് എല്ലാം അതിലേക്കാണ്. വേറെ ഒന്നിലും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അതിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ. നിങ്ങൾ സ്വന്തം കാര്യവും കൂടി കുറച്ച് ശ്രദ്ധിക്കണം. മറ്റു കാര്യങ്ങൾ, നിങ്ങൾക്ക് മറ്റു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണമെന്നാണ് ഡിവൈൻ പറയുന്നത്. സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. ഈ നെഗറ്റീവ് തോട്ട്സിൽ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ അത് നല്ല രീതിയിൽ ചിന്തിക്കുക, എല്ലാം ശരിയാകും എന്നുള്ള വിശ്വാസം, ആ ചിന്തകൾ, പോസിറ്റീവ് തിങ്കിങ്, അതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എന്ത് ഇഷ്യൂവും ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഡിവൈൻ പറയുന്നത്. ഫൈനാൻസസ് ആൻഡ് കരിയർ, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. പലർക്കും ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും, അതായത് സാമ്പത്തികപരമായ പ്രശ്നങ്ങളും അവരുടെ ലവ് ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന, റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു എന്നും ഡിവൈൻ പറയുന്നു കേട്ടോ. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു, ആസ്ക് ഫോർ ആൻഡ് അക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ്. വേറെ ഒരു നിവൃത്തിയില്ല, നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങളുടെ പാർട്ട്ണറെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും വല്ലാത്തൊരു സ്റ്റക്ക് സിറ്റുവേഷനിലാണെങ്കിൽ കൂട്ടുകാരുടെ സഹായം തേടൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഹണിമൂൺ, എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, കമ്മിറ്റഡ് ആണ് എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു സമയം എൻജോയ് ചെയ്യൂ എന്നും ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു കേട്ടോ. ലാസ്റ്റ് മെസ്സേജ്, യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൂമെൻറ്റ് ഫുള്ളി. അട്രാക്ഷൻ, പലർക്കും ഒരു പുതിയ ലവ് അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രഷ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ നിമിഷങ്ങൾ എൻജോയ് ചെയ്യൂ എന്നും ഡിവൈൻ പറയുന്നുണ്ട്. ഓക്കെ.